എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദോഹ മെട്രോയുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ സൂഖ് വക്കീഫിൽ നിന്നും അസീസിയ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ സൂഖ് വക്കീഫിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. അങ്ങനെ നമ്മൾ സൂഖ് വക്കീഫിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂക്കിനകത്തു നിന്ന് നേരെ നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് എൻട്രൻസ് ഉണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ കുറച്ച് നടക്കാനുണ്ട്, അതാണ് ഒരു 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 ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത്. അതുവഴി നടക്കുമ്പോൾ നമുക്ക് വലിയ ബോറിംഗ് ഒന്നും തോന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ സൈഡിലെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റി. ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അല്ലേ? ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഓറഞ്ച് ഇങ്ങനെ വന്ന് എത്ര റിയലാണ്? 10 റിയൽ. അപ്പോൾ നമുക്ക് മേടിക്കാം. ഓക്കെ, 10 റിയാല് കൊടുക്കുക. നമ്മൾ 10 റിയാല് കൊടുക്കുകയാണ്. അങ്ങനെ 10 റിയാൽ ഇട്ടു. ഓറഞ്ച് ഓറഞ്ചിനെ ഞാൻ കൊണ്ടുവരുന്നു. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് നമുക്ക് ജ്യൂസൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. അധികം കാത്ത് ഒന്നും നിൽക്കേണ്ട. നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. മധുരം കുറവായിരുന്നു, എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സൂക്കിൻ്റെ പഴയ ഫോട്ടോയൊക്കെയാണ്. ഈ സൂഖ് വക്കീഫിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. അങ്ങനെ നമ്മൾ നേരെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദോഹ മെട്രോയെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ഫുള്ള് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. നടക്കാൻ നല്ല ദൂരം ഉണ്ടായിരുന്നു, പക്ഷേ കാണാനും അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മെട്രോ സ്റ്റേഷൻ നടക്കുകയാണ്. 6 ഖത്തർ റിയാലിന് നമ്മൾ പോയിട്ട് സൂഖ് വക്കീഫിൽ പോയിട്ട് വന്നു. രാവിലെ 5 മണി മുതൽ 5 സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, 5 മുതൽ രാത്രി വെളുപ്പിന് 1 മണി വരെ അത് യൂസ് ചെയ്യാം. അതെ. ഇപ്പം നമ്മളിനി നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോവാണ്. നമ്മുടെ വണ്ടി കിടക്കുന്ന അസീസി, അതായത് നമ്മുടെ വില്ലാജിയോ മാളിലാണ്. അതെ, ഒരു സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ആ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നടന്നു നമ്മളില്ലേ. ഇന്ന് ഈ സൂഖ് വക്കീഫിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നടന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞങ്ങൾ കുറേ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും മെട്രോയിൽ കയറാൻ വേണ്ടി പോകാം. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നേരെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഓരോ 7 മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ മെട്രോ വരും. ഇത്തവണ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഒരു കാഴ്ചകളും കാണാൻ പറ്റിയിരുന്നില്ല. ഈ പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് ഫുള്ള് കാഴ്ചകൾ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ മെട്രോയുടെ ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു.
ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള ഈ ഒരു യാത്ര ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും നിങ്ങൾ തന്നെ നോക്കിക്കേ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല? നമുക്ക് മൊത്തത്തിൽ ആ ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതുണ്ട്, ഇത് സ്റ്റേഷനാണ്. ഈ ലൈറ്റൊക്കെ കൊടുത്തേക്കുന്ന സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും ലൈറ്റ് ഇങ്ങനെ കാണിക്കും. ഞങ്ങൾക്ക് മൊത്തം വേറെ എക്സ്പീരിയൻസും വേറെ അനുഭവങ്ങളാണ്. അടിപൊളി. ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് മെട്രോയിൽ കയറുക. കാരണം ഇതിലെല്ലാം മെട്രോ സ്റ്റേഷൻ കാണുന്നത്, ട്രെയിൻ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് കാണാൻ പറ്റും, റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഗ്രീൻ ലൈറ്റ് കത്തും. ഫ്രണ്ടിലിരുന്നപ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അല്ലാതെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പം നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങളല്ലേ ഇതിനകത്ത് കണ്ടോ. ഇപ്പം ട്രാക്ക് ചേഞ്ച് ആവും. റൈറ്റ് സൈഡിലെല്ലാം നമുക്ക് കാണാം ധാരാളം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമായി. നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അസീസിയ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രഞ്ജിഷേട്ടനും മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മക്കളാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അവർക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഡോറെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ദോഹ മെട്രോയുടെയും സൂഖ് വക്കീഫിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതാ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ദോഹ ടോർച്ച് ടവർ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നമ്മൾ വന്നിറങ്ങിയ സമയം നോക്കിക്കേ 11:45. അങ്ങനെ നമ്മളെ വണ്ടി കിടക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സ്റ്റേഷൻ 2 ഡോറുണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. നോർത്ത് സൗത്ത് അപ്പുറത്ത് നമ്മൾ പോയി കയറി രണ്ടാ. എല്ലാ സ്റ്റേഷനും 2 സ്ഥലത്തുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് കയറുക, അല്ലെങ്കിൽ സ്ഥലങ്ങൾ മാറി. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും തിരക്ക് കുറഞ്ഞു. നോക്കി ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നി ഈ ലൈറ്റുകൾ കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. റോഡിലൊന്നും ഒരു മനുഷ്യന്മാരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മണി 12 മണിയായി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
കൺസ്ട്രക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ദോഹ നൈറ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിയിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നുന്നു. നമ്മളങ്ങനെ വണ്ടി എടുത്തത് വഴിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് തപ്പി നടക്കാണ്. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. 12 മണിയായില്ലേ. അപ്പോൾ നമ്മൾ അവസാനം ഡൊമിനോസ് പിസയിൽ ചെന്ന് എത്തിച്ചേർന്നു. അവിടെ നമ്മൾ പിസയൊക്കെ മേടിച്ചു, അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നമുക്ക് ഖത്തറിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ദോഹ കോർണിഷ്. നോക്കി എന്ത് ഭംഗിയല്ലേ. ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ഇതിൻ്റെ ഭംഗി അല്ലേ, ഇതിൻ്റെ ഭംഗിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുണ്ട് ദോഹ കോർണിഷ്. അങ്ങനെ അവസാനം നമ്മുടെ ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. ഇന്നത്തെ വീഡിയോ ഒന്നുകൂടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും